പക്ഷേ ഇവിടെ MP നേതൃത്വം കൊടുക്കുകയാണ് പോലീസുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാക്കാൻ. ആ ഉന്തിലും തള്ളിലും DYSP പോലുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് അപമര്യാദയായിട്ട് പെരുമാറുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായ സംഘർഷത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നു. അത് പിന്നീട് വലിയ രൂപത്തിൽ ഒരു MP-ക്ക് പരിക്ക് പറ്റിയെന്ന MP-യെ ആക്രമിച്ചു എന്ന കള്ളക്കഥയായി നാട്ടിലാകെ പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ ജില്ലയുടെ ചരിത്രത്തിൽ ഇതുപോലെ രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടിട്ടുള്ള ശീലം നമുക്കില്ല. നേർക്കുനേരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വേദിയാണ് കോഴിക്കോട്. അതാണ് കോഴിക്കോടിൻ്റെ ശീലം. രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്, പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ആസൂത്രിതമായി രാഷ്ട്രീയ നാടകം കളിക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ച നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് ആദ്യത്തേതാണ്. ഈ MP, ഈ ജനപ്രതിനിധി ജനങ്ങളുടെ യഥാർത്ഥമായ പ്രശ്നങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് പലതായ കാരണങ്ങളാൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹത്തെക്കുറിച്ച് നാട്ടിലെമ്പാടും ഉയർന്നു വന്ന അഭിപ്രായങ്ങളിൽ നിന്ന് ആ ഇമേജിനെ ബോധപൂർവം മാറ്റാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഇമേജുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വലിയ പ്രശ്നങ്ങൾ ഒരു ജനപ്രതിനിധിയെക്കുറിച്ച്, MLA-യെക്കുറിച്ച്, കൂട്ടാളിയായ MP-യെക്കുറിച്ചെല്ലാമുള്ള ഒരുപാട് വാർത്തകൾ നാട്ടിൽ പ്രചരിച്ചു. ആ പ്രചരണങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള, ഞങ്ങളെ പോലീസ് ആക്രമിക്കുന്നു എന്ന കള്ളക്കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം, ഇതൊന്നും കോഴിക്കോടും വടകരയും പേരാമ്പ്രയും ഒന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നല്ല ബോധ്യമുണ്ട്. പുതിയ കാലത്തെല്ലാം ജനങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പാലക്കാട് കളിച്ച നാടകം കളിക്കാനുള്ള വേദിയല്ല ഷാഫിക്ക് കോഴിക്കോടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് നല്ലത്. ആ രാഷ്ട്രീയമല്ല, ആ നാടക രാഷ്ട്രീയത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും തള്ളിക്കളയും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.